ഈ നീണ്ടുപോയി കഴിഞ്ഞാൽ ഇത് ലോകത്തെ ആകെ ബാധിക്കുന്ന രൂപത്തിൽ, കേരളത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന രൂപത്തിലേക്ക് ഇത് മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്കറിയാം, നമ്മുടെ സമ്പദ് വ്യവസ്ഥ ഏറ്റവും കൂടുതൽ നിലനിർത്തിക്കൊണ്ടു പോകുന്നത് ഗൾഫിൽ നിന്ന് വരുന്ന വരുമാനവും അവിടെ നിന്നുള്ള തൊഴിൽ മേഖലയാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ നിലനിർത്തിക്കൊണ്ടേയിരിക്കുന്നത്. ആ മേഖലയിൽ നിന്നുള്ള ഏറ്റവും വലിയ പ്രതിസന്ധികൾ വരുമ്പോഴൊക്കെ ഈ നാട്ടിലെ കമ്പോളത്തെ ഏറ്റവും കൂടുതൽ ബാധിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് തന്നെയാണ് ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ചെറുകിട വ്യാപാര മേഖലയൊക്കെ ഇന്ന് നേരിട്ടുകൊണ്ടേയിരിക്കുന്ന വലിയ പ്രതിസന്ധി. ഗൾഫിനെ ആശ്രയിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ് അവിടെ നിന്നാണ്. അവിടെ നിന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ കാർഷിക മേഖല. അവിടെ വിഭവങ്ങൾ ഏറ്റവും കൂടുതൽ കയറ്റിയായിട്ടുള്ളത് ഗൾഫ് മേഖലയിലേക്കാണ്. അവിടെ നിന്നാണ് മറ്റു സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് മറക്കുന്നത് ചെയ്യുന്നത്. അതാകെ സ്തംഭിച്ചിരിക്കുകയാണ്. ഇത്തരം അവസ്ഥയിൽ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. എപ്പോഴും കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാട് അമേരിക്ക എന്ത് പറയുന്നു എന്നതനുസരിച്ച് മാത്രം നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഇന്ത്യ എന്നൊരു പരമാധികാര റിപ്പബ്ലിക്കാണ്. ആ രാജ്യത്തിനോട് പറയുന്നത്, നിങ്ങൾ 30 ദിവസത്തേക്ക് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ ഞാൻ അനുവാദം തന്നിരിക്കുന്നു എന്ന്. എന്താണ്, നമ്മുടെ പരമാധികാരിയാണോ ട്രംപ്? നമ്മൾ ഇന്ത്യ പരമാധികാര റിപ്പബ്ലിക്കാണ്, സ്വാതന്ത്ര്യമായ രാജ്യമാണ്. നിങ്ങൾ അനുവാദം നമുക്ക് ആവശ്യമില്ല എന്ന് പറയാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറില്ല. ട്രംപ് പറയുന്ന 30 ദിവസത്തേക്ക് നിങ്ങൾക്ക് എണ്ണ വാങ്ങാൻ, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ അനുവാദം തന്നിരിക്കുന്നു എന്ന്. എന്താണ് അയാളെ ചുറ്റൂരെ നമുക്ക് ആവശ്യം? നമുക്ക് എവിടെ നിന്നുണ്ടെങ്കിലും എണ്ണ വാങ്ങാനുള്ള സ്വാതന്ത്ര്യമായ നിലപാട് സ്വീകരിക്കാനുള്ള അധികാരം നമുക്കില്ലേ? അത് സ്വീകരിക്കാതെ ട്രംപും അമേരിക്കയും എന്താണ് പറയുന്നത് അതിനനുസരിച്ചാണ് ഇന്ത്യ രാജ്യം നീങ്ങിക്കൊണ്ടേയിരിക്കുന്നത്. അതിന്റെ ദുരിതഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. എപ്പോഴും കേന്ദ്ര ഗവൺമെന്റ്, നമുക്കറിയാം, UPA ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് നൽകിയൊരു വാഗ്ദാനമുണ്ട്. 40 രൂപയ്ക്ക് പെട്രോളും ഡീസലും നൽകും, പകുതി വിലക്ക് പാചകവാതകം ഞങ്ങൾ നൽകും. ഇത് എവിടെയാണ് അവസ്ഥ? എണ്ണയുടെ വില ഇപ്പോൾ സെഞ്ചുറിയിലേക്ക് കടന്നിരിക്കുകയാണ്. പാചകവാതക വില എവിടേക്കാണ് നീക്കൊണ്ടേയിരിക്കുന്നത്? അപ്പോഴും എണ്ണ കമ്പനികൾക്ക് ഇന്ന് സ്വതന്ത്രമായ വില നിർണ്ണയാധികാരം നൽകിയപ്പോൾ രാജ്യത്തിലെ ഉള്ളപ്പോഴുള്ള പ്രസ്ഥാനങ്ങളൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന രാജ്യത്തെ തന്നെയാണ്. രാജ്യത്തിന്റെ സമ്പത്ത് മേഖലയെ തകർക്കുന്ന നിലപാട് തന്നെയായിരിക്കും ഇത്തരം നിലപാടുകൾ. ഈ എണ്ണയുടെയും പാചകവാതകത്തിന്റെ വില വർദ്ധിക്കുമ്പോൾ രാജ്യത്തിന്റെ സകലമാന വിഭവങ്ങളുടെയും വില വർദ്ധിക്കും. ഉപ്പ് തൊട്ട് തൊട്ടൂരം വരെയുള്ള, കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങൾക്കും വില വർദ്ധിക്കും. അത് തന്നെയാണ് ഇത് രാജ്യത്ത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതുവഴി തന്നെ രാജ്യത്തിന്റെ സമ്പത്ത് വില തകർന്നുകൊണ്ടേ